രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുന്ന മാതാവ് ഉമ്മാരുടെ അടുക്ക പോയിട്ട് എത്ര നാളായടാ? രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുന്ന വാപ്പായെ കാണാൻ പോയിട്ട് നിന്നേക്ക് 10, 20, 25 സ്വർണ്ണാഭരണം തന്ന് കെട്ടിച്ചു വിട്ട വാപ്പാനെ കണ്ടിട്ട് എത്ര നാളായി താത്താമാരൊക്കെ? എല്ലാത്തിനും ഭർത്താവും മക്കളും മതി. വലിയ കൊട്ടാരമൊക്കെ ആയില്ലേ? നീയിപ്പൊ എന്ത് വാപ്പ എന്ത് ഉമ്മ? രോഗം പിടിച്ചിട്ട് വീടിന്റെ ഏതോ മൂലയിൽ റൂമിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. തീരുമ്പോ കാണാൻ പോകാൻ വെച്ചിരിക്കുക. വാപ്പായുമായി മരിക്കുമ്പോ പോയി കിടന്ന് നെഞ്ചത്തടിച്ചിട്ട് എന്തൊരു 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 അഭിനയമെന്നറിയോ? ഓ, ആപ്പാടെ മയ്യത്തങ്ങോട്ട് എടുക്കുമ്പോ പെമ്മക്കളുടെയൊക്കെ അടിയും ബഹളൊക്കെ കാണണം. അല്ലാ, ഉസ്താദൊക്കെ ദുആ ചെയ്യുമ്പോ നെഞ്ചു പൊട്ടിയിട്ട് കരയാ. മരിച്ചു കഴിഞ്ഞപ്പോ അപ്പഴാ കാണിക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മാടെ അടുക്ക പോയിരുന്നിട്ട് ഉമ്മാടെ കാലൊന്ന് നെക്കിക്കൊടുത്ത കാലുണ്ടോ? ഉമ്മാനെ ചുംബിക്കാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഉമ്മാനെ ചുംബിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആലോചിക്കു സഹോദര. സ്വന്തം ഉമ്മാനെ ചുംബിക്കുന്ന എത്ര പേരാ ഉള്ളേ? ഉമ്മയുടെ കൈകാലുകളൊന്ന് നെക്കിക്കൊടുക്കുന്ന എത്ര പേരാ ഉള്ളേ? ഉമ്മാടെ അടുക്കൽ പോയിരുന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്ന എത്ര പേരാ ഉള്ളേ? സമയമില്ല ഇല്ലേ? സമയമില്ല ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടാ, ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മായിക്ക് ഉമ്മ കൊടുക്കണം. നമ്മുടെ ഉമ്മായിക്ക് നമ്മളിപ്പോ എങ്ങനെ ഉമ്മ കൊടുക്കാനാ? ഉമ്മാടെ ഗ്ലാമറൊക്കെ പോയില്ലേ? കിളവിയായില്ലേ? മുടിയൊക്കെ നരച്ച് തൊലിയൊക്കെ ചുളുങ്ങിപ്പോയി എല്ലും തോലുമായിട്ട് കിടക്കണ ആ ഉമ്മായിക്ക് ഇനി ഉമ്മ കൊടുക്കാനായില്ലേ? ഉമ്മ കൊടുക്കണല്ലേ? ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മുത്തം കൊടുത്താൽ അള്ളാഹു അവന് വരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഇനി പെണ്ണുമ്പിള്ളയ്ക്ക് പോലും നീ ഉമ്മ കൊടുക്കൂല, ഉമ്മായിക്ക് കൊടുക്കത്തുള്ളൂ. നീ നിന്റെ സ്വന്തം മക്കളെ ഉമ്മ വെക്കുന്നതിനേക്കാൾ നിന്റെ ജന്മം നൽകിയ നിന്റെ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ നീ ഉമ്മ വെക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ അതുകൊണ്ട് പറയുകയാ, നിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാ നിന്റെ വാപ്പ. മോനെ, ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് ആ പാവങ്ങൾ. അള്ളാഹുവെ, മുണ്ടും മുറുക്കി ഉടുത്തി അവര് പട്ടിണി കിടന്നിട്ട് നിന്നെ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയവരാ നിന്റെ വാപ്പ, നിന്റെ ഉമ്മ. ആ പാവങ്ങളെ നീ മറന്നു പോകരുത്, അവരെ നീ വേദനിപ്പിക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ജീവിച്ചിരിപ്പുണ്ടോ ഇന്ന് വാഴ് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോ. അല്ലെങ്കിൽ നാളെ ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് ഉമ്മാടെ റൂമിന്റെ അകത്ത് ഭക്ഷണ പാത്രവുമായി കടന്നു ചെല്ല്. ഉമ്മയുടെ റൂമിന്റെ അകത്ത് ഭക്ഷണ പാത്രവുമായി കടന്നു ചെല്ല്. എന്നിട്ട് ഉമ്മാനോട് ചോദിക്കണം, ഉമ്മ, ഞാൻ ചെയ്തത് മുഴുവനും എനിക്ക് പൊരുത്തപ്പെട്ടതാ? വാപ്പയോട് പറയണം, ഞാൻ ചെയ്തത് മുഴുവനും എനിക്ക് പൊരുത്തപ്പെട്ടതാ? എന്നിട്ട് ചോദിക്കണം, ഉമ്മ, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എനിക്കെൻ്റെ ഉമ്മായോട് എനിക്കൊരാഗ്രഹമുണ്ട്. എന്തേ മോനെ? എനിക്കെൻ്റെ ഉമ്മാടെ കൈ കൊണ്ടൊന്ന് ഭക്ഷണം വാരി തരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാരുടെ അടുക്കൽ പോയി. എൻ്റെ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഉമ്മ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്തേ മോനെ? എൻ്റെ കൈ കൊണ്ട് എൻ്റെ അമ്മായിക്കൊന്ന് ചോറ് വാരി തരണം. ഉമ്മായിക്ക് ചോറ് വാരി തന്ന അള്ളാഹു എനിക്ക് സ്വർഗം തരുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോ എൻ്റെ ഉമ്മ പറഞ്ഞു, മോനെ, ഞാൻ ചോറ് കഴിച്ചിട്ടായിരിക്കുന്നത്, വേണ്ട, മോന്റെ കൈ കൊണ്ട് ഇത്തിരി ചോറ് വാരിത്ത. നമ്മളൊന്ന് പറഞ്ഞു നോക്ക് സഹോദര. എൻ്റെ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകിയിട്ടിരിക്കുമ്പോഴാ ഞാൻ ഈ ആഗ്രഹം പറഞ്ഞത്. ഉമ്മ പറഞ്ഞു, കുഴപ്പമില്ല, മുമ്പ് ചോറെടുത്തിട്ട് വാ, അടുത്ത സമയത്തേക്ക് ഇനി ഭക്ഷണം കഴിക്കുമ്പോ കൊടുക്കാമെന്നല്ല, എൻ്റെ മോന്റെ കൈ കൊണ്ട് എനിക്ക് ഇപ്പൊ ഭക്ഷണം വേണമെന്ന് എൻ്റെ ഉമ്മ പറയുമ്പോ, സഹോദര, നിങ്ങൾ ഓരോരുത്തരും നാളെ നിന്റെ വീടിന്റെ അകത്ത് കിടക്കുന്ന വാപ്പാടെ ചാരത്തോ ഉമ്മാടെ ചാരത്തോ പോയിട്ടൊന്ന് പറഞ്ഞു നോക്ക്, ഉമ്മ, എനിക്ക് എൻ്റെ കൈ കൊണ്ട് നിങ്ങൾക്കൊന്ന് ചോറ് വാരിത്തരണം. നിങ്ങൾക്ക് ഭക്ഷണം വാരി തന്നാൽ അള്ളാഹു എനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ, ഒന്ന് വാരി തരട്ടെ എന്ന് ചോദിച്ചു നോക്ക്. 100 വട്ടം നമ്മുടെ ഉമ്മമാര് പറയും, കെട്ടിപ്പിടിച്ചിട്ട് വാരിത്താ മക്കളെ. അതാ സ്നേഹം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.